അവർ ചാനൽ. രണ്ടാം ക്ലാസ്സിലത്തെ കൂട്ടുകാരുടെ ഉദ്ഗ്രഥനം ഒന്നാം ദിവസത്തിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കുന്നത്. അതായത് ഇൻ്റഗ്രേഷൻ ഡേ 1 ഉദ്ഗ്രഥനം. അപ്പോൾ ഇതിൽ 5 പ്രവർത്തനങ്ങളാണുള്ളത്. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വായിക്കാം, എഴുതാം, സംഭാഷണം, ഡയറി എഴുതാം, ജലസ്രോതസ്, മാന്ത്രിക പേപ്പർ. ഇങ്ങനെ 5 ചോദ്യങ്ങളാണ്. നമ്മൾ ഈ വീഡിയോയിൽ 5 ചോദ്യങ്ങളുടെ ഉത്തരങ്ങളും 5 ചോദ്യങ്ങളും നമ്മളിവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ കൂട്ടുകാർ മുഴുവനായി കാണുക. ഓക്കെ, അപ്പം നിങ്ങൾക്ക് നാളത്തെ പരീക്ഷയുടെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇതേ രീതിയിലുള്ള പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നാളത്തെ പരീക്ഷയിൽ ഉണ്ടാവുക. ഓക്കെ, അപ്പം നിർദ്ദേശം നോക്കുകയാണെങ്കിൽ എല്ലാ പ്രവർത്തനങ്ങളും ഉത്തരം ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരു എണ്ണം പോലും ഇതിൽ വിടാൻ പാടില്ല എന്നർത്ഥം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്താണ് ഒന്നാം ദിനം എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിറം നൽകുക എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഇവിടെ മനോഹരമായൊരു ചിത്രം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് കൂട്ടുകാരുടേതായിട്ടുള്ള രീതിയിൽ മനോഹരമായിട്ട് ഇതിന് നിറം നൽകുക. അപ്പോൾ നാളെ പരീക്ഷയ്ക്ക് പോകുമ്പോൾ എല്ലാ കൂട്ടുകാരും ക്രയോണ് കൊണ്ടുപോകാൻ മറക്കരുത്. ഓക്കെ, ക്രയോൺ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്കത് മനോഹരമായിട്ട് നിറം നൽകാൻ സാധിക്കൂ. ഓക്കെ, അപ്പോൾ അതാണ് ആദ്യത്തേത്. വളരെ മനോഹരമായിട്ട് തന്നെ നിങ്ങൾ പുറത്തേക്കൊന്നും പോകാണ്ട് നല്ല രീതിയിൽ നിറം നൽകാൻ ശ്രമിക്കുക. ഇനി അടുത്തതാണ് പ്രവർത്തനം 1. പ്രവർത്തനം 1 വായിക്കാം, എഴുതാം. അതായത് ഇവിടെ താഴെ ഒരു പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കൂട്ടുകാർ നല്ല രീതിയിൽ സമയമെടുത്ത് വായിച്ചതിന് ശേഷം നിങ്ങളതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ എഴുതാം. ഓക്കെ, അപ്പോൾ നമുക്കിതൊന്ന് വായിച്ചു നോക്കാം. അപ്പോൾ എല്ലാവരും ഇത് വായിച്ചു നോക്കണേ. ഇന്ന് മഴയത്ത് എങ്ങനെയാ തേൻ കുടിക്കാൻ പോവുക? അമ്മ പൂമ്പാറ്റ പറഞ്ഞു. വിശന്നിട്ട് വയ്യ, എങ്കിലും കുറച്ചു നേരം കാത്തു നിൽക്കാം. കുഞ്ഞു പൂമ്പാറ്റകൾ അമ്മയോട് പറഞ്ഞു. മുറ്റത്തെ പൂന്തോട്ടത്തിലെ പൂക്കൾ തലയാട്ടി വിളിച്ചു. മഴ കുറഞ്ഞല്ലോ മക്കളെ, വേഗം വരൂ, നമുക്ക് തേൻ കുടിക്കാം. അമ്മ പൂമ്പാറ്റയുടെ പിന്നാലെ കുഞ്ഞു പൂമ്പാറ്റകൾ തേൻ കുടിക്കാൻ പൂന്തോട്ടത്തിൽ എത്തി. നേരം വൈകി. വേഗം കുടിച്ചോളൂ, പെട്ടെന്ന് നേരം ഇരുട്ടി. കുഞ്ഞു പൂമ്പാറ്റകൾ കരയാൻ തുടങ്ങി. ഇനി നമ്മൾ എങ്ങനെയാണ് വീട്ടിലെത്തുക? ഇത് കണ്ട മിന്നാമിനുങ്ങ് അവരോട് പറഞ്ഞു. വിഷമിക്കേണ്ട, ഞാൻ നിങ്ങളെ വീട്ടിലെത്തിക്കാൻ സഹായിക്കാം. എൻ്റെ പിന്നാലെ വന്നോളൂ. മിന്നാമിനുങ്ങിൻ്റെ വെളിച്ചത്തിൽ പൂമ്പാറ്റകൾ വീട്ടിലേക്ക് പറന്നുപോയി. അപ്പോൾ ഇവിടെ എന്താണ്, ഒരു പൂമ്പാറ്റകളും അതുപോലെ തന്നെ ഒരു മിന്നാമിന്നുങ്ങിൻ്റെയും ഒരു ചെറിയ കഥയാണ്. അതായത് അവർക്ക് രക്ഷകനായി അല്ലെങ്കിൽ സഹായകനായിട്ട് അവരുടെ അടുത്തേക്ക് ഒരു മിന്നാമിനുങ്ങ് വരുന്നതാണ് പറയുന്നത്. ഇനി ഇവിടെ എന്താണ്, ഇവിടെ കഥ വായിച്ചല്ലോ. അപ്പോൾ നമ്മൾ വായിച്ചു കഴിഞ്ഞു. താഴെ കൊടുത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആ ചോദ്യങ്ങളൊക്കെ നോക്കാം. ഓക്കെ, അപ്പോൾ എന്താണ്, ഒന്നാമത്തേത്, ആരാണ് പൂമ്പാറ്റയെ വീട്ടിലെത്താൻ സഹായിച്ചത്? ആരാണ്? നമ്മളിത് വായിച്ചപ്പോൾ മനസ്സിലായതാണ്. ആരാണ്? മിന്നാമിനുങ്ങാണ്. അപ്പോൾ നമുക്ക് അവിടെ മിന്നാമിനുങ്ങ് എന്ന് എഴുതി കൊടുക്കാം. അടുത്തതാണ്, നേരം ഇരുട്ടിയപ്പോൾ കുഞ്ഞു പൂമ്പാറ്റകൾ എന്താണ് ചെയ്തത്? എന്താണ് അവർ ചെയ്തത്? അവർ കരയാൻ തുടങ്ങുകയാണ് ചെയ്തത്. അപ്പോൾ കരയാൻ തുടങ്ങി എന്നെഴുതാം. വിശന്നിട്ട് വയ്യ, എങ്കിലും കുറച്ചു നേരം കാത്തിരിക്കാം. ഇത് പറഞ്ഞത് ആരാണ്? ഇത് പറഞ്ഞത് കുഞ്ഞു പൂമ്പാറ്റയാണ്. അപ്പോൾ കുഞ്ഞു പൂമ്പാറ്റ എന്ന് എഴുതാം. ദെൻ ഡി ചോദ്യം, എങ്ങനെയാണ് പൂമ്പാറ്റകൾ വീട്ടിലേക്ക് പോയത്? മിന്നാമിനുങ്ങിന്റെ വെളിച്ചത്തിന്റെ സഹായത്തോടെ. മിന്നാമിനുങ്ങിന്റെ വെളിച്ചം കണ്ട് എന്ന് എഴുതിയാലും ഉത്തരമാണ്. ഇനി അടുത്തത് ഈ ചോദ്യം, താഴെ കൊടുത്ത പേരുകളിൽ ഈ കഥയ്ക്ക് ഏറ്റവും അനുയോജ്യമായ പേര് എഴുതുക. അതായത് മഴക്കാലം, പൂന്തോട്ടം, മിന്നാമിനുങ്ങിന്റെ സഹായം, തളിരിലകൾ. ഏതാണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്? നമുക്ക് മനസ്സിലായി, മിന്നാമിനുങ്ങിന്റെ സഹായം എന്നതാണ്. അപ്പോൾ ഇതാണ് നിങ്ങൾ എടുത്തെഴുതേണ്ടത്. അപ്പം ഇങ്ങനത്തെ ഒരു പാരഗ്രാഫ് തന്നിട്ട് അത് വായിച്ചതിന് ശേഷം ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ടാകും. അതിന് ഉത്തരം എഴുതേണ്ട രീതിയിലുള്ള പാറ്റേണിലുള്ള ചോദ്യം നാളത്തെ പരീക്ഷയ്ക്ക് മിക്കവാറും ഉണ്ടാകുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് പഠിച്ചിട്ട് വേണം നിങ്ങൾ പോകാൻ. അടുത്തതാണ് എന്താണ്, ഇത് സംഭാഷണമാണ്. അപ്പോൾ പൂന്തോട്ടത്തിലെത്തിയ മിന്നാമിനുങ്ങും കുഞ്ഞു പൂമ്പാറ്റയും എന്തൊക്കെ സംസാരിച്ചിട്ടുണ്ടാകും? സംഭാഷണം എഴുതും. അപ്പം നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് അത് വഴി എഴുതാവുന്നതാണ്. അപ്പം ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. മിന്നാമിനുങ്ങ് എന്താ കരയുന്നത്? കുഞ്ഞു പൂമ്പാറ്റ, രാത്രിയായി, വഴി കാണുന്നില്ല, വീട്ടിലെത്താൻ പറ്റുമോ? മിന്നാമിനുങ്ങ്, വിഷമിക്കേണ്ട, ഞാൻ നിന്നെ സഹായിക്കാം. കുഞ്ഞി പൂമ്പാറ്റ, ശരിക്കും വളരെ സന്തോഷം. വീണ്ടും മിന്നാമിനുങ്ങ്, എൻ്റെ പിന്നാലെ വന്നോളൂ, ഞാൻ വെളിച്ചം കാണിച്ചു തരാം. കുഞ്ഞി പൂമ്പാറ്റ, നന്ദി മിന്നാമിനുങ്ങ്, നീ വളരെ നല്ലവനാണ്.
അപ്പോൾ നമുക്ക് ഇങ്ങനെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളിങ്ങനെ സംഭാഷണം എഴുതാനൊക്കെ പഠിച്ചിട്ട് വേണം നാളെ പോകാനും. അതായത് നിങ്ങൾക്ക് എന്താണോ അതിൽ നിന്ന് മനസ്സിലാകുന്നത് അത് നിങ്ങളൊരു സംഭാഷണ രൂപത്തിൽ ആ സന്ദർഭത്തെ എഴുതിയാൽ മതി. ഓക്കെ, കൂട്ടുകാർക്ക് മനസ്സിലായില്ലേ? ഇനി അടുത്തതാണ് ഡയറി എഴുതാം. അപ്പോൾ ഡയറി എഴുതുമ്പോൾ നിങ്ങൾ എന്തായാലും തീയതി എഴുതാൻ ശ്രമിക്കുക. അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അത് മറക്കരുത്. തീയതി ഇങ്ങനെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ നമുക്ക് ചോദ്യം നോക്കാം. അമ്മ പൂമ്പാറ്റയും കുഞ്ഞുങ്ങളും സുരക്ഷിതമായി വീട്ടിലെത്തി. ഉറങ്ങുന്നതിന് മുമ്പ് അമ്മ പൂമ്പാറ്റ ഡയറി എഴുതുവാൻ തുടങ്ങി. അവർ എന്തായിരിക്കും എഴുതിയത്? എന്തായിരിക്കും? അപ്പോൾ ഡയറി എഴുതുമ്പോൾ എന്തായാലും നിങ്ങൾ തീയതി എഴുതണം, അത് മറക്കരുത്. അതിനുശേഷം അന്നത്തെ സംഭവങ്ങൾ നിങ്ങൾ ആ ഒരു അമ്മ പൂമ്പാറ്റ എന്ന നിലയിൽ വേണം എഴുതാൻ. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് എഴുതാൻ പറ്റും. ഇന്ന് മഴ കഴിഞ്ഞ് ഞാനും കുഞ്ഞുങ്ങളും പൂന്തോട്ടത്തിലേക്ക് പോയി. അവിടെ പൂക്കളിൽ നിന്ന് തേൻ കുടിച്ചു. വീട്ടിലേക്ക് മടങ്ങുമ്പോൾ നേരം ഇരുട്ടി. കുഞ്ഞുങ്ങൾ ഭയന്നു കരയാൻ തുടങ്ങി. അപ്പോൾ നല്ലൊരു സുഹൃത്ത്, ആരാണ്? മിന്നാമിനുങ്ങ് ഞങ്ങളെ സഹായിച്ചു. അവന്റെ വെളിച്ചം കൊണ്ട് ഞങ്ങൾ വീട്ടിലെത്തി. അതായത് നല്ലൊരു ദിവസമായിരുന്നു ഇന്ന് എന്ന് വേണമെങ്കിലും കൂടി നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. അപ്പൊ നിങ്ങൾ ഡയറി എഴുതാൻ പഠിച്ചിട്ട് വേണം പോകാൻ. ഓക്കെ, അടുത്തതാണ് ഇവിടെ പ്രവർത്തനം 4 ജലസ്രോതസ്സാണ്. അതായത് കുഞ്ഞനാമയുടെ വിളി കേട്ടാണ് പൂമ്പാറ്റകൾ ഉണർന്നത്. ഇന്നലെ ശക്തമായ മഴയിൽ തന്നെ താമസസ്ഥലം നിറഞ്ഞു. നമുക്ക് കാണാൻ പോയാലോ? പൂമ്പാറ്റകൾ കുഞ്ഞാമയോടൊപ്പം അവിടേക്ക് പോയി. അപ്പൊ ഇതാണ് അവർ പോയിട്ടുള്ള സ്ഥലം. ഇവിടെ ചിത്രത്തിൽ കാണുന്ന ഏത് ജലസ്രോതസ്സാണ്? ഏതാണ്? കുളമാണ്. അപ്പൊ നമുക്കിവിടെ കുളം എന്ന് എഴുതാം. അപ്പൊ കുളമാണ് ഇവിടെ കൊടുത്തിട്ടുള്ള ജലസ്രോതസ്. ദെൻ ബി ചോദ്യം, താഴെ കൊടുത്തവയിൽ നിന്ന് ജലസ്രോതകൾ വരച്ച് യോജിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതിൽ നമുക്ക് വായിച്ചു നോക്കാം. മഴവില്ല് എന്താ ജലസ്രോതസ്സാണോ? അല്ല. കാറ്റ് ജലസ്രോതസ്സല്ല. തോട് ജലസ്രോതസ്സാണ്. അപ്പൊ അത് വരച്ച് ചേർക്കുക. മിന്നൽ ജലസ്രോതസ്സല്ല. ആമ്പൽ ജലസ്രോതസ്സല്ല. ആമ്പൽ ജലസ്രോതസ്സാണ്. പുഴ ജലസ്രോതസ്സാണ്. കടല്, കാടല്ല. തടാകം, കിണർ. അപ്പൊ ഇതൊക്കെയാണ് ജലസ്രോതസ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ വരച്ചു ചേർക്കാനൊക്കെ പഠിക്കുക. ദെൻ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ജലസ്രോതസ്സിനെ കുറിച്ച് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് നദിയെ കുറിച്ചോ തടാകത്തെ കുറിച്ചോ കിണറിനെ കുറിച്ചോ കടലിനെ കുറിച്ചോ ഇഷ്ടമുള്ളത് എഴുതാം. ഞാനിവിടെ ചെറുതായി കൊടുത്തിട്ടുണ്ട് നദി. ഞങ്ങളുടെ നാട്ടിൽ ഒരു നദിയുണ്ട്. നദിയിലെ വെള്ളം തണുപ്പും ശുദ്ധവുമാണ്. മഴ പെയ്താൽ നദിയിൽ വെള്ളം നിറയും. നദിയിൽ മീനുകളും ആമകളുമുണ്ട്. നദീതീരത്ത് വൃക്ഷങ്ങളും ചെടികളുമുണ്ട്. ഞങ്ങൾ എല്ലാവരും അവധി ദിനങ്ങളിൽ അവിടെ പോയി കളിക്കാറുണ്ട്. വളരെയധികം സുന്ദരമായ അനുഭവങ്ങളാണ് ഞങ്ങൾക്ക് അവിടെ നിന്ന് ലഭിച്ചിട്ടുള്ളത്. അങ്ങനെയൊക്കെ നമുക്ക് എഴുതാവുന്നതാണ്. then അടുത്തതാണ് പ്രവർത്തനം 5. അതായത് ക്ലാസ്സിൽ ചെയ്ത പരീക്ഷണം കണ്ടല്ലോ. അപ്പോൾ അത് നിങ്ങൾക്ക് ടീച്ചർ എന്താണ് പരീക്ഷണമൊക്കെ ചെയ്തിട്ട് ചെയ്യേണ്ട ഒരു ചോദ്യമാണ്. പരീക്ഷണ കുറിപ്പ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ക്ലാസ്സിലെ ടീച്ചർ ഇത് നിങ്ങൾക്ക് കാണിച്ചു തരും. അതിനുശേഷമാണ് നിങ്ങൾ പരീക്ഷണത്തിന്റെ പേര്, അതിന് എന്തൊക്കെയാണ് സാധനങ്ങൾ വേണ്ടത്, പരീക്ഷണം ചെയ്യുന്ന രീതി, നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലായത് എന്താ, അതൊക്കെ എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ അത് എന്താ ഓരോരുത്തരെയും വ്യത്യസ്തമായിട്ടായിരിക്കും ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, അപ്പൊ ഇങ്ങനെ 5 ചോദ്യങ്ങളാണ് നമ്മുടെ ഈ വർഷത്തെ ഒരു മോഡൽ ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ 2ാം ക്ലാസ്സിൽ ഉദ്ഗ്രഥനമാണ് നാളെ. അപ്പോൾ എല്ലാ കൂട്ടുകാരും ക്രയോൺ ആയിട്ട് പോവുക. അതുപോലെ തന്നെ സംഭാഷണം എഴുതുക, ഡയറി എഴുതുക, അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. മനസ്സിലാക്കിയിട്ട് അതിൻ്റെ ഒക്കെ ഒരു മോഡൽസ് ഒക്കെ ചെയ്ത് നോക്കുക. അതുപോലെ ടെക്സ്റ്റ് ബുക്കുകളൊക്കെ നന്നായി വായിക്കുക. അപ്പോൾ നമ്മൾ എല്ലാ വീഡിയോസും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, എല്ലാ പാഠഭാഗങ്ങളും. അപ്പോൾ ആവശ്യമുള്ളവർ അതൊക്കെ കാണുക, പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.